ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാ. പതുക്കെ പറ. ഇതെന്ത് സ്വീറ്റാ? ഇതൊരു പ്രത്യേകതരം പ്രിപ്പറേഷനാ. ഉണ്ണിമധുരം, ഉണ്ണിമധുരം, ഉണ്ണിമധുരം. ഹായ് ഫ്രണ്ട്സ്, സിന്ധൂസ് ഫുഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ്റെ പവിത്രം സിനിമയിലെ ഉണ്ണിമധുര റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോ, ലാലേട്ടൻ്റെ ബർത്ത്ഡേ വിഷസ് വീഡിയോ കണ്ടിട്ട് 2-3 ഫ്രണ്ട്സ് എന്നോട് ഉണ്ണിമധുരം റെസിപ്പി ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ എൻ്റേതായ രീതിയിലേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമ്മളുടെ ഉണ്ണിമധുരം ഉണ്ടാക്കിയെടുക്കാനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഏത്തപ്പഴവും ശർക്കര പാനിയുമാണ് എടുത്തിരിക്കുന്നത്. ഒരച്ച് ശർക്കര നമ്മൾ ഉരുക്കി പാനിയാക്കി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ട്, ഉണക്കമുന്തിരി, നെയ്യ് ഇവയെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ഉണ്ണിമധുരം ഉണ്ടാക്കുമ്പോൾ കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏത്തപ്പഴം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഏത്തപ്പഴം നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഏത്തപ്പഴത്തിൻ്റെ നടുക്കത്തെ ആ കറുത്ത കുഞ്ഞു കുരു അത് മാറ്റിയിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉണ്ണിമധുരം ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഉണ്ണിമധുരത്തിലേക്ക് ആഡ് ചെയ്യാനുള്ള നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനെ ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉരുകി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിയെടുക്കാം. ഉണക്കമുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി എല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉണ്ണിമധുരം ഉണ്ടാക്കിയെടുക്കാം. അതിനെ നമ്മളിവിടെ നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ തവയായാലും യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമില്ല, 1/4 കപ്പ് മതിയാകും. ഫ്ലെയിം ഓൺ ആക്കുക. അതിനുശേഷം നമുക്കിതിങ്ങനെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടുക. ചെറുതായി ഏത്തപ്പഴം ഒന്ന് വെന്ത് വരണം. അതുപോലെ തന്നെ നന്നായി പഴുത്ത ഏത്തപ്പഴം വേണം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 5 to 7 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വെന്ത് കിട്ടുന്നതാണ്. ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല. ഏത്തപ്പഴം നമ്മൾ വേകാനായി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. ഏത്തപ്പഴമൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഒരച്ച് ശർക്കരയാണ് ഉരുക്കി എടുത്തിരിക്കുന്നത്. അല്പം ഞാനിങ്ങനെ ബാക്കി എടുക്കുന്നുണ്ട്. ഇത് നല്ല മധുരമുള്ള ശർക്കരയാണ്. ആവശ്യമാണെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായി വഴറ്റി കൊടുക്കുക. ശർക്കരയിലിട്ട് നന്നായി ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഏത്തപ്പഴം ഉടയാനുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉടച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു നുള്ളു മാത്രമേ ആകാവൂ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. 1-2 ടീസ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ്. നെയ്യ് ചേർക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടും. ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളത് നന്നായി വറ്റി ശർക്കര പാനിയിലിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. എല്ലാം കൂടി അടിക്ക് പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ശർക്കര ചേർക്കുന്ന സമയത്ത് ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം മധുരം നോക്കുക. കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ 1 അച്ച് ശർക്കര ഫുള്ള് ആവശ്യം വന്നില്ല. ഞാനെടുത്ത ശർക്കര നല്ല മധുരം ഉള്ളതാണ്. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് നല്ല മധുരമാണ്. ഉണ്ണിമധുരം റെസിപ്പി ആകുമ്പോൾ നല്ല മധുരം വേണമല്ലോ. ഇതിപ്പോൾ നല്ല മധുരമാണ്. നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കായും ഷുഗറും കൂടെ ഞാനിവിടെ പൊടിച്ചെടുത്താണ്. ഒരു ഫ്ലേവറിനായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം.
നമ്മുടെ സ്വാദിഷ്ടമായ ഉണ്ണിമധുരം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് വിശേഷ അവസരങ്ങളിൽ സദ്യയിലേക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു വിഭവം കൂടിയാണിത്. അപ്പോൾ ഈ ഉണ്ണിമധുരം റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.